രാഷ്ട്രീയ നിരീക്ഷകൻ സന്ദീപ് വാര്യർ ബിജെപി പ്രതിനിധി ചേരുന്നുണ്ട്. സന്ദീപ്, ഇവിടെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടും ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് പറയുന്നത് ബിജെപി എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ ജനപിന്തുണയുടെ ഏറ്റവും അവസാനത്തെ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളമാണ്. കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു നിലപാട് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്നേ പറയാൻ സാധിക്കൂ. കേരളത്തിന് പുറത്ത് കർണാടകയിലും തെലങ്കാനയിലും പോലും ഈ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സ്വീകാര്യമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം DK ശിവകുമാർ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടുകൾ ഇപ്പോ രൂപപ്പെടുന്നത് വാസ്തവത്തിൽ CPM-ന്റെ ഒരു ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് എന്നാണ്. CPM കോൺഗ്രസിനെ ഭയപ്പെടുത്തുകയാണ്. ആ ട്രാപ്പിൽ പോയി കോൺഗ്രസ് വീണിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായൊരു ബോധ്യമില്ലാത്ത, ജനപിന്തുണയില്ലാത്ത ജയറാം രമേശും KC വേണുഗോപാലും അടക്കമുള്ള ആളുകൾ ചേർന്ന് രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരു സെൽഫ് ഗോൾ വീണ്ടും അടിച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാ കാലത്തും രാമക്ഷേത്ര മൂവ്മെന്റിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. എല്ലാ കാലത്തും അത് രാഷ്ട്രീയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രാഷ്ട്രീയം നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് അവരത് വിട്ടു നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിന് വലിയ വില എന്തായാലും കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ബിജെപി ലക്ഷ്യം കേട്ടില്ല. അല്ല, അത് തന്നെയല്ലായിരുന്നു. അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. രാമക്ഷേത്രം സംബന്ധിച്ച് എന്തൊക്കെയാണ് അതിന്റെ ചരിത്രം പോലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴത്തെ ഇത്രയും ധൃതി പിടിച്ചുള്ള ഈ ഒരു പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് അത്തരത്തിൽ ഇലക്ഷനും കൂടി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ബിജെപിയുടെ അത്തരത്തിലൊരു ലക്ഷ്യം തന്നെയല്ലായിരുന്നു അത്? അല്ല, ഇത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് സുപ്രീം കോടതി ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ഓർഡർ പുറത്തിറക്കിയതിനു ശേഷം സുപ്രീം കോടതി നിർദ്ദേശാനുസരണം സ്ഥാപിക്കപ്പെട്ട ട്രസ്റ്റ്, ആ ട്രസ്റ്റ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശ്രീകോവിലിന്റെ നിർമ്മാണം അടക്കമുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച ശേഷം നേരത്തെ പ്രഖ്യാപിച്ച 6-7 മാസം മുമ്പ് പ്രഖ്യാപിച്ച തീയതിക്കനുസരിച്ചാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇതും BJPയുടെ രാഷ്ട്രീയവും തമ്മിലൊരു ബന്ധവും ഇല്ല. ആ രീതിയിൽ നിങ്ങൾ അതിനെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. 2, കോൺഗ്രസിന് ഇതിലൊരു പ്രതിസന്ധി വരാൻ കാരണം കോൺഗ്രസ് ദീർഘകാലമായി ശ്രീരാമക്ഷേത്ര വിഷയത്തിൽ, അയോധ്യ വിഷയത്തിൽ ഹിന്ദുക്കളുടെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്. BJPക്ക് ഈ പ്രതിസന്ധി ഇല്ലല്ലോ. കാരണം BJP അന്നും ഇന്നും എന്നും അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രം വേണം എന്ന ഒറ്റ നിലപാടേ ഉള്ളൂ. കോൺഗ്രസ് കാലങ്ങളായി വിവിധ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. 85-ൽ അവിടെ താക്കോലിട്ട് പൂട്ട് തുറന്നു കൊടുക്കുന്നു. 89-ൽ അയോധ്യയിൽ നിന്ന് രാമരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ പര്യടനം തുടങ്ങുന്നു. അവിടെ ശിലാന്യാസത്തിന് അനുമതി നൽകുന്നു. 91-ൽ ചന്ദ്രശേഖർ സർക്കാരിന്റെ കാലത്ത് അയോധ്യ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന ഒരു തോന്നൽ വന്ന സമയത്ത് ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ആ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്ന് വിവരം പുറത്തു വന്നപ്പോൾ ഡൽഹി പോലീസ് 2 കോൺസ്റ്റബിൾമാരെ തന്റെ വീടിന് പുറത്ത് കണ്ടു എന്ന ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ സർക്കാരിനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിക്കുന്നു. അതിനുശേഷം 92-ലെ സംഭവത്തിന് ശേഷം 92-ൽ തന്നെ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള വഞ്ചന ഈ കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടല്ലോ. ശ്രീരാമൻ എന്നുള്ളത് സാങ്കല്പിക കഥാപാത്രമാണെന്ന് സുപ്രീം കോടതിയിൽ പോയി അഫിഡവിറ്റ് കൊടുക്കുന്നു. അയോധ്യ കേസിൽ വിധി വൈകിപ്പിക്കണമെന്ന് സുന്നി വഖഫ് ബോർഡിന്റെ വക്കീലായിരുന്ന കപിൽ സിബലിനെ കൊണ്ട് കോടതി ആവശ്യപ്പെടുന്നു. സുന്നി വഖഫ് ബോർഡ് ഇത് തങ്ങളുടെ നിലപാടല്ല എന്ന് പറയുന്നവരല്ലോ, മതേതര രാഷ്ട്രീയക്കാരാണല്ലോ. അപ്പൊ അങ്ങനെയല്ലേ ഹർജികളൊക്കെ പോവുള്ളൂ? അല്ല, എന്ത് മതേതരക്കാർ എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീരാമൻ എന്നുള്ളത് സാങ്കല്പിക കഥാപാത്രമാണെന്ന് കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുക്കാൻ അതിനെന്താണ് മതേതരത്വം തടസ്സമായിട്ടുള്ളത്? അതെന്തിനാണ് മതേതരത്വം? അത് വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതല്ലേ? ഇവിടെ ശ്രീരാമ സേതുവിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ലേ? അപ്പൊ അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യത്തിൽ നിരന്തരമായി ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് നിരന്തരമായി ശ്രീരാമ ജന്മഭൂമി വിഷയത്തിൽ ഹിന്ദുക്കളോട് വഞ്ചനാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പ്രയാസം നേരിടുന്നത്. അവരാദ്യം മുതൽ ഇപ്പോ പ്രിയങ്ക ഗാന്ധി പറയുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി ഇപ്പൊ പറയുന്നു, അന്ന് പറഞ്ഞിട്ടില്ല. ഈ മുലായം സിംഗ് യാദവിന്റെ പോലീസ് കർസേവകരെ വെടിവെച്ചെന്ന കാലത്ത് ആ മുലായം സിംഗ് യാദവിനെ പിന്തുണച്ചവരാണ് കോൺഗ്രസ്സുകാര്, ആ വെടിവെപ്പിനെ പിന്തുണച്ചവരാണ്. അപ്പൊ ഒരു കാലത്ത് രാമസേവകരെ കർസേവകരെ വെടിവെച്ചു കൊല്ലാൻ കൂട്ടുനിന്ന കോൺഗ്രസ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പരമാവധി തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച കോൺഗ്രസ് പലപ്പോഴും ശിലാന്യാസത്തിന് അനുമതി കൊടുക്കുകയും അത് തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്ത കോൺഗ്രസ്
അങ്ങനെ തരത്തിനനുസരിച്ച് അവനവന്റെ രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റിയത് കൊണ്ടാണ് അവസാന നിമിഷം ഇപ്പോ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് വലിയൊരു ഡയലമയിൽ അവർ പോയി പെട്ടിരിക്കുന്നത്. അത് അവർ സ്വയം കുഴിച്ച കുഴിയാണ്. അതിന് BJP യെ കുറ്റം പറയണ്ട. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ശ്രീരാമ വിശ്വാസികളിൽ നിന്ന് അവർ ഒറ്റപ്പെടാൻ പോവുകയാണ്. ഹിന്ദുക്കളിൽ നിന്ന് അവർ ഒറ്റപ്പെടാൻ പോവുകയാണ്. കോൺഗ്രസ് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് ശ്രീരാമ സ്വയം കുഴിച്ച കുഴിയോ അല്ലെങ്കിൽ BJP വെച്ച കെണിയിൽ കോൺഗ്രസ് വീണു എന്ന് പറയുന്നതായിരിക്കുമോ കുറച്ചുകൂടി? BJP കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിക്കുന്നതിൽ BJP എന്താ തടസ്സമായിട്ടത്? കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് BJP ആണോ? അല്ലല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുന്നത് BJP അല്ലല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലേ. ആ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാലങ്ങളായി ഹിന്ദുക്കളോട് കാണിച്ചിട്ടുള്ള വിവേചനപരമായിട്ടുള്ള നിലപാട് കൊണ്ടല്ലേ ഇപ്പൊ അവർ പ്രതിസന്ധിയിൽ പോയിപ്പെട്ടത്. ഇപ്പൊ അവസാനം കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയായി കോൺഗ്രസ് ചുരുങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കോൺഗ്രസ് ഇന്നലെ പറഞ്ഞ ന്യായങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് വലിയ വിചിത്രമായിട്ടുള്ള ന്യായം പറയുന്നത്. വാസ്തവത്തിൽ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശ്രീകോവിലിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ പ്രാണപ്രതിഷ്ഠ ശങ്കരാചാര്യന്മാരൊക്കെ നിലപാടെടുത്തത്. ഏത് ശങ്കരാചാര്യർ? ഇവിടെ ശൃംഗേരിയിലെ ശങ്കരാചാര്യർ പുറത്തേക്ക് നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യാജമായിട്ടുള്ള ചില അവകാശവാദങ്ങൾ പല ഭാഗത്തും ഉന്നയിക്കപ്പെടുകയാണ്. ഇവിടെ താന്ത്രികാചാര്യന്മാരുണ്ടല്ലോ, സന്യാസിമാരല്ല ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്, അത് താന്ത്രികാചാര്യന്മാരാണ്. ആ തന്ത്രവിദ്യ പഠിച്ച ആളുകൾ കേരളത്തിലുണ്ടല്ലോ. നിങ്ങളുടെ പ്രതിനിധിയെ വിടൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന തന്ത്രിമാർ കേരളത്തിലുണ്ടല്ലോ. നിങ്ങൾ അവരുമായി ചോദിക്കൂ. 90% ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിന്റെ പണി, ശ്രീകോവിലിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കും. അതിന്റെ കൊടിമരം, അതുപോലെ തന്നെ വരിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് നിർമ്മാണം പൂർത്തിയാക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കോൺഗ്രസ്സുകാർ ഇപ്പോ വലിയ തന്ത്രിമാരായി മാറിയിരിക്കണോ? ജയറാം രമേശ് എന്താ തന്ത്രിയാണോ? അല്ലല്ലോ. അപ്പൊ അതൊക്കെ തീരുമാനമെടുക്കേണ്ടത് തന്ത്ര വിദ്യ പഠിച്ച ആളുകളാണ്. സന്ദീപ് വാര്യർ പ്രതികരിച്ചു തന്നെ.